നമസ്കാരം, വെൽക്കം ടു ലൈവ്ലി മാഷൻസ്. ഞാൻ ഡോക്ടർ ശ്രുതി പണ്ഡിറ്റ്. ഒരു ഹെയർ കെയർ സീരീസിന്റെ വീഡിയോസ് ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് മൂന്നാമത്തെ വീഡിയോ ആണ്. എന്താണ് ഹെയർ റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ പ്രശ്നങ്ങൾക്കുള്ള ഒരു സൊല്യൂഷൻ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചാണ് ഈ സീരീസ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ആദ്യമുള്ള 2 വീഡിയോസ് കാണാത്ത ആളുകൾ ദയവായി അതൊന്ന് ചെക്ക് ചെയ്യുക. പിന്നെ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത് വെച്ചാൽ എങ്ങനെ നമുക്ക് ബെനിഫിറ്റായ രീതിയിൽ, അതായത് ഏറ്റവും ഫലപ്രദമായ രീതിയിൽ തലയിൽ എണ്ണ തേക്കാമെന്ന്. നമ്മളെല്ലാവരും ഓയിൽ മസാജ് ചെയ്യാറുണ്ടല്ലേ, പക്ഷേ അത് നമ്മളെ സ്കാൽപ്പിൽ എത്തിയിട്ട് അതിന്റെ ആ ഔഷധ ഗുണങ്ങളൊക്കെ നമുക്ക് കിട്ടുന്നുണ്ടോ എന്ന് ഉറപ്പുണ്ടോ? ഇല്ല അല്ലെ. ചില ആളുകൾ പറയും ഞങ്ങൾ 2 മാസമായിട്ട് എണ്ണ തേച്ചിട്ട് ഒരു ഫലവും ഇല്ല എന്നൊക്കെ. അത് ചിലപ്പം ശരിയായ രീതിയിൽ നമ്മൾ എണ്ണ തേക്കാത്തത് ഉണ്ടാവാം. അപ്പോൾ നമ്മൾ എപ്പോഴും എണ്ണ തേക്കുന്ന സമയത്ത് ഒരു 5 മിനിറ്റ്, അറ്റ്ലീസ്റ്റ് ഒരു 10 മിനിറ്റ് കൊടുക്കണം എന്നാണ്. അത് സമയമില്ലെങ്കിൽ ഒരു 5 മിനിറ്റ് എങ്കിലും നമ്മൾ എണ്ണ തേക്കാനായിട്ട് ആ സമയം മാറ്റി വെക്കണം. അപ്പൊ ആഴ്ചയിൽ 2 ദിവസമോ 3 ദിവസമോ പക്ഷെ ഓരോ ദിവസം ഇടവിട്ടിട്ട് ഓയിൽ മസാജ് ചെയ്യുന്നത് നല്ലതാണ്. പക്ഷെ ഇപ്പൊ മഴക്കാലമൊക്കെ ആയതുകൊണ്ട് നീരിറക്കം അങ്ങനെ പല പ്രശ്നങ്ങളും ഉള്ളതുകൊണ്ട് നമ്മൾ ആഴ്ചയിൽ 1 ദിവസമൊക്കെ ചെയ്താൽ മതിയാവും. പക്ഷെ സമ്മറിലാണെങ്കിൽ ഒരു 2 ദിവസം 3 ദിവസം അത് അവരവരുടെ ആരോഗ്യത്തിന് ചേരുന്ന അനുസരിച്ച് നമുക്ക് ഓയിൽ മസാജ് ചെയ്യാം. അപ്പൊ ഇന്ന് ഞാൻ ചെയ്യുന്നത് വെച്ചാല് ഹോട്ട് ഹെയർ ഓയിൽ മസാജ് അല്ല. ഞാൻ ഹോട്ട് ഹെയർ ഓയിൽ മസാജിന്റെ വീഡിയോ ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട്. അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്തേക്കാം. അപ്പൊ ജസ്റ്റ് അതൊന്ന് ചെക്ക് ചെയ്യുകയാണെങ്കിൽ അത് മനസ്സിലാവും. അതൊരു ആന്റി ഡാൻഡ്രഫ് ഹെയർ ഓയിൽ മസാജ് ആയിരുന്നു. ഇന്ന് ഞാൻ ചെയ്യുന്നത് ഇത് ഒരു നീലമരിയുടെ എണ്ണയാണ്. നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയതാണ്. ഇതിന്റെ പ്രിപ്പറേഷൻ ഞാൻ പിന്നെ കാണിച്ചു തരാം. അപ്പൊ ഈ ഓയിലാണ് തേക്കുന്നത്. നമുക്ക് വേണം ഓയില്, നമ്മുടെ മുടിയുടെ നീളത്തിനനുസരിച്ചിട്ടുള്ള എണ്ണ വേണം. പിന്നെ മുടിയുടെ കൺസേൺ ആണെങ്കിൽ നമുക്ക് ഈ കോമ്പ് ഇത് മസ്റ്റ് ആണ്. കാരണം പല്ല് അകന്നിട്ടുള്ള ചേർപ്പാണ് എപ്പോഴും നമുക്ക് ഹെയർ ഫ്രണ്ട്ലി ആയിട്ടുള്ളത്. അപ്പൊ ഈ ചേർപ്പ് വേണം, എല്ലാവരും വാങ്ങുക. ഓക്കെ. പിന്നെ കോട്ടൺ, ഒരു കോട്ടൺ വേണം. നമ്മളൊരു കോട്ടണോ അല്ലെങ്കിൽ ഒരു കോട്ടൺ തുണിയോ നമ്മൾ റോൾ ചെയ്തിട്ട് ഒരു ബോൾ പോലെ ആക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലതായിരിക്കും. അപ്പൊ നമ്മളത് ഹെയർ മസാജ് ചെയ്യാൻ വേണ്ടി മാത്രം യൂസ് ചെയ്യാം. ഓക്കെ. അപ്പൊ നമുക്ക് ഫസ്റ്റ് നമ്മള് ചീർപ്പ് വെച്ചിട്ട് നമ്മള് മുടി നന്നായിട്ട്, ജടയൊന്നും ഉണ്ടാവരുത്. ഓയിൽ മസാജ് ചെയ്യുന്ന സമയത്ത് ജടയൊന്നും ഉണ്ടാവരുത്. നന്നായിട്ട് നമ്മൾ മുടി കോംബ് ചെയ്യണം. കോംബ് ചെയ്തിട്ട് ഓരോ സെപ്പറേഷൻ ചെയ്യണം. ഓരോ ഇങ്ങനെ ചെയ്തിട്ട് സെപ്പറേറ്റ് ചെയ്ത ശേഷം നമ്മുടെ ഈ കോട്ടൺ ഉണ്ടല്ലോ, ഇത് ഈ ഓയിലിലേക്ക് ഇങ്ങനെ മുക്കിയിട്ട് ഇങ്ങനെ തേച്ചു കൊടുക്കണം മൊത്തം. ലാസ്റ്റ് വരെ നന്നായിട്ട് തേച്ചു കൊടുക്കണം. എന്നിട്ട് അത് കഴിഞ്ഞാൽ രണ്ടാമത്തെ ഇതുപോലെ സെപ്പറേഷൻ ചെയ്തിട്ട് അതേപോലെ ഫ്രണ്ടിൽ നിന്ന് അങ്ങനെ അതേ ഒരു ഇതായിട്ട് തേച്ചു കൊടുക്കുക. ഇങ്ങനെ തേക്കുമ്പോൾ നമ്മുടെ ഹെയറിന്റെ റൂട്ടിലും നന്നായിട്ട് ഓയിൽ പറ്റിപ്പിടിക്കും. മാത്രമല്ല സ്കാൽപ്പിനൊരു മസാജ് കൂടി കിട്ടും ഈ സമയത്ത്. അങ്ങോട്ടുള്ള ബ്ലഡ് സർക്കുലേഷൻ കൂടും. അപ്പോൾ ഇതുപോലെ നമ്മൾ മസാജ് ചെയ്യുമ്പം ഇങ്ങോട്ടുള്ള ബ്ലഡ് സർക്കുലേഷനും കൂടും. അപ്പൊ നമ്മുടെ ഈ ഓയിൽ ഉണ്ടല്ലോ അത് നന്നായിട്ട് തലയോട്ടി നമ്മളെ സ്കാൽപ്പിൽ അത് വലിച്ചെടുക്കുകയും ചെയ്യും. ഓക്കെ. അപ്പൊ എപ്പോഴും നമ്മൾ കുറച്ചൊരു 5-10 മിനിറ്റ് സമയം കണ്ടെത്തിയിട്ട് വേണം ഓയിൽ മസാജ് ചെയ്യാൻ. പിന്നെ ചില ആളുകൾ മൂർധാവിൽ മാത്രം തേക്കാറുണ്ട്. ഡെയിലി എണ്ണ തേച്ച് കുളിക്കുന്നവർ ഓക്കെ, അങ്ങനെ ചെയ്താൽ മതി. അല്ലാതെ എപ്പോഴെങ്കിലും ആഴ്ചയിൽ 1 തവണ അല്ലെങ്കിൽ ആഴ്ചയിൽ 2 തവണ മാത്രം ഓയിൽ ചെയ്യുന്ന ആളുകളുണ്ടല്ലോ, എപ്പോഴും നല്ലോണം സമയം എടുത്തിട്ട് ഓയിൽ തേക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഇല്ലെങ്കിൽ നമ്മൾ എണ്ണയും സമയവും എല്ലാം നമ്മൾ വേസ്റ്റ് ചെയ്യാണ്. പിന്നെ നമ്മൾ ശ്രദ്ധിക്കാത്ത കാര്യം എന്ന് വെച്ചാല് നമ്മൾ എപ്പോഴും മുൻവശം മാത്രം തേച്ച് പോവല്ലേ. പക്ഷെ അതല്ല, നമ്മളെപ്പോഴും തലയുടെ പിറകുവശവും നമ്മൾ നന്നായിട്ട് ഓയിൽ മസാജ് ചെയ്യണം. നമ്മളെപ്പോഴും വലിയ മുടി വേണം, നല്ല നീളമുള്ള മുടി വേണം അങ്ങനെയൊന്നും നമ്മൾ എപ്പോഴും വിചാരിക്കരുത്. കാരണം മുടിയുടെ ആരോഗ്യവും അതൊക്കെ കുറേ ഒരു ഭൂരിഭാഗവും അവരുടെ ജനറ്റിക് ആയിട്ടും പിന്നെ അവരുടെ പാരമ്പര്യമായിട്ടൊക്കെ ഉള്ളതാണ്. പിന്നെ നമുക്കുള്ള മുടി നമ്മൾ കരുത്തുറ്റതാക്കാനും അകാലനര അതുപോലുള്ള പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാനും ഡാൻഡ്രഫ് അങ്ങനെയുള്ള കുഴപ്പങ്ങളൊന്നും വരാതിരിക്കാനും ആരോഗ്യമായിട്ട് മുടിയിരിക്കാനും വേണ്ടി ശ്രദ്ധിക്കണം. ഓക്കെ. അപ്പൊ നമ്മൾ ഇതൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുന്ന സമയത്ത്
പിന്നെ ശരിയായ ഭക്ഷണവും ഒക്കെ ശ്രദ്ധിക്കുന്ന സമയത്ത് മുടിക്ക് അതിന്റെ പോഷണമൊക്കെ കിട്ടുമ്പോൾ മുടി താനെ നന്നായിട്ട് വളരും. അപ്പൊ നമ്മളെപ്പോഴും ആ ഷാംപൂ ഈ ഷാംപൂ അങ്ങനെയുള്ള പല എണ്ണകൾ അങ്ങനെ പരസ്യമൊക്കെ കണ്ടിട്ട് അതിന്റെ പിന്നാലെ പോകുന്നതിനേക്കാളും നല്ലത് നമ്മുടെ ഫുഡ്, നമ്മുടെ റൂട്ടീന്, നമ്മൾ പിന്നെ ഹെയർ എങ്ങനെ കെയർ ചെയ്യുന്നു അതൊക്കെ അനുസരിച്ചായിരിക്കും മുടിയുടെ വളർച്ച. അപ്പോൾ ഓയിൽ മസാജ് ചെയ്തതിന് ശേഷം നമ്മൾ ഒന്ന് കൈ കൊണ്ട് തന്നെ ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കാം. നമ്മൾ സ്കാൽപ്പിൽ തേച്ചിട്ട് ബാക്കിയുള്ള ഓയിൽ ഉണ്ടല്ലോ, ഈ കോട്ടൺ വെച്ചിട്ട് തന്നെ നമ്മൾ ഈ മുടിയുടെ ലെങ്ത്തിൽ മൊത്തമായിട്ട് തേച്ച് പിടിപ്പിക്കുന്നത് നല്ലതായിരിക്കും. ഡ്രൈ ഹെയർ, ഫ്രിസി ഹെയർ അതുപോലുള്ള ആളുകൾ ഇങ്ങനെ ചെയ്യുന്നത് നല്ലതാണ്. പിന്നെ സ്പ്ലിറ്റൻസ് ഉള്ള ആൾക്കാർ, ഈ നമ്മൾ സ്പ്ലിറ്റൻസ് എന്റെ മുടിയിലില്ല കാണിക്കാൻ, സോറി. അപ്പോൾ ഉള്ള ആളുകൾ അത് കുഞ്ഞു കുഞ്ഞായിട്ട് ട്രിം ചെയ്യുക. അത് എങ്ങനെ ട്രിം ചെയ്യേണ്ടതെന്ന് ഞാൻ ഒരു വീഡിയോ ചെയ്യുന്നതാണ്. അപ്പം അങ്ങനെ ട്രിം ചെയ്യുക, മുടി നല്ലോണം വെട്ടിക്കളയരുത്, കുഞ്ഞു കുഞ്ഞായിട്ട് ആ സ്പ്ലിറ്റൻസ് മാത്രം ട്രിം ചെയ്ത് കളയുക. എന്നിട്ട് ഈ അറ്റത്ത് ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ കയ്യിൽ വെച്ചിട്ട് മസാജ് ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ്. അപ്പൊ നമ്മൾ ആ ഒരു ഡ്രൈനെസ് ഒക്കെ മാറിക്കിട്ടും. പിന്നെ നമ്മൾ മസാജ് ചെയ്തതിന് ശേഷം നമ്മൾ എപ്പോഴും തലയോട്ടിയിലേക്ക് വെറുതെ ഓയിൽ ചെയ്തതിന് ശേഷം നമ്മൾ കൈ കൊണ്ട് ഒരു 2-3 മിനിറ്റ് എങ്കിലും മസാജ് ചെയ്ത് കൊടുക്കുക. അതായത് നമ്മൾ ഫിംഗർ ടിപ്സ് കൊണ്ടാണ് മസാജ് ചെയ്യുന്നത്. നമ്മൾ തലേന്റെ ഈ നെറ്റിയുടെ ഈ ഭാഗം മുതൽ നമ്മൾ ഇങ്ങനെ ചെറിയ ചെറിയ സർക്കുലർ മോഷനിൽ ഇങ്ങനെ നമ്മൾ മസാജ് ചെയ്ത് കൊടുക്കുക. മൊത്തം ഒരു സൈഡിൽ നിന്ന് ഫ്രണ്ടിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ബാക്ക് വരെ മൊത്തമായിട്ട് മസാജ് ചെയ്ത് കൊടുക്കും. ഇങ്ങനെ ഈ ചെയ്യുന്ന സമയത്ത് ബ്ലഡ് സർക്കുലേഷൻ കൂടും, അത് മുടി വളർച്ചയെ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യും. ഡെയിലി ഹെഡ് മസാജ് ചെയ്യുന്നത് നല്ലതാണ്. എണ്ണ തേക്കണമെന്ന് നിർബന്ധമില്ല, എണ്ണ തേക്കാതെയും നിങ്ങൾക്ക് ഹെയർ മസാജ് ചെയ്തു കൊടുക്കാം. ഒരു 2-3 മിനിറ്റ് ഒക്കെ ദിവസവും ഹെഡ് മസാജ് ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. പിന്നെ നമ്മൾ ഇങ്ങനെ മാത്രം ചെയ്താൽ പോരാ, മുടി മുൻവശത്തേക്ക് ഇട്ടിട്ടും മസാജ് ചെയ്യണം. 2 മിനിറ്റ് മസാജ് ചെയ്യുമ്പോൾ നമ്മൾ എന്താണ് ഇങ്ങോട്ടുള്ള രക്തയോട്ടമൊക്കെ വർദ്ധിക്കുന്നത് വളരെ ഹെൽപ്ഫുൾ ആണ്. നമുക്ക് മുടിക്ക് മാത്രമല്ല നമ്മളെ മുഖത്തും എല്ലാം അതിന്റെ ആ ഒരു പ്രസരിപ്പ് നിങ്ങൾക്ക് കാണാൻ പറ്റും. നിങ്ങൾ ഇതുപോലെ നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക. തല മൊത്തം മസാജ് ചെയ്യാം. പിന്നെ എപ്പോഴും ബാക്ക് വാഷും ഈ ഭാഗങ്ങളിലും മസാജ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രദ്ധിക്കണം. ചില ആളുകൾ മുമ്പിൽ മാത്രം മസാജ് ചെയ്യും, പക്ഷെ ബാക്ക് വശവും കൂടെ നമ്മൾ ഈ തലയോട്ടിന്റെ പിൻവശവും കൂടി നന്നായി മസാജ് ചെയ്യണം. പറ്റുകയാണെങ്കിൽ കഴുത്തിന്റെ ഇവിടെ കൂടെ നന്നായിട്ട് മസാജ് ചെയ്യും ഇതേപോലെ. എന്നിട്ട് നമ്മൾ മുടി എപ്പോഴും നമ്മൾ നന്നായിട്ട് കെട്ടിവെക്കാം മുടി. പിന്നെ നിർബന്ധമായിട്ടും ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ ഈ ഹെഡ് മസാജ് കഴിഞ്ഞ ശേഷം ഇവിടെ കൊണ്ട് നിർത്തരുത്. നമ്മുടെ കൈ ജസ്റ്റ് ഒന്ന് ആ ഓയിൽ വൈപ്പ് ചെയ്തിട്ട് നമ്മുടെ മുഖവും ഒന്ന് ഈ ഐബ്രോസിന്റെ ഈ ഭാഗങ്ങളും നെറ്റിയും എല്ലാം ഒന്ന് ഒരു 2-3 മിനിറ്റ് നന്നായി മസാജ് ചെയ്യുന്നത് വളരെ നല്ലതാണ്. നിങ്ങൾ വേണമെങ്കിൽ ട്രൈ ചെയ്ത് നോക്കൂ. ജസ്റ്റ് ഒരു 7 ഡേയ്സ് ഇതുപോലെ ഓയിൽ യൂസ് ചെയ്തിട്ട് മസാജ് ചെയ്യാം, ഓയിൽ ഇല്ലാതെയും മസാജ് ചെയ്യാം. ഈ തല മസാജ് ചെയ്തതിന് ശേഷം നമ്മളെ കണ്ണിന്റെ ചുറ്റും ഐബ്രോസും നമ്മുടെ മുഖവും എല്ലാം മസാജ് ചെയ്യുന്നത് വളരെ നല്ലതാണ്. ചെയ്യുന്ന സമയത്ത് താഴോട്ട് ഇങ്ങനെ ചെയ്യരുത്, ഈ റൗണ്ടായിട്ട് ഇതുപോലെ മസാജ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇതുവരെ തേച്ച രീതികളൊക്കെ വ്യത്യസ്തമായിരിക്കും. അപ്പോൾ ഇന്ന് മുതൽ എല്ലാവരും ഇതുപോലെ സമയമെടുത്തിട്ട് ഓയിൽ മസാജ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. അപ്പോൾ എന്താണ് നമ്മൾ ചെയ്യുന്നതിൻ്റെ ആ ഒരു റിസൾട്ട് നമുക്ക് കിട്ടണമല്ലോ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. പിന്നെ ഇമ്പോർട്ടൻറ്റ് മീൻസ് ഉപകാരമുള്ളതാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക. പിന്നെ ആദ്യമായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം വരുന്ന ഒരുപാട് നല്ല നല്ല വീഡിയോസ് അപ്ലോഡ് ചെയ്യാനുണ്ട്. എന്തെങ്കിലും ഡൗട്ട്സ്, അതായത് ഹെയർ റിലേറ്റഡ് എന്തെങ്കിലും പ്രോബ്ലംസ്, എന്തെങ്കിലും വീഡിയോസ് സ്പെഷ്യലായിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ സജസ്റ്റ് ചെയ്യാം. അപ്പോൾ സ്റ്റേ ഹെൽത്തി, സ്റ്റേ ഹാപ്പി.